ഭഗവാനെ തെളിക്കണമെങ്കിൽ ഉള്ളിൽ എന്തൊക്കെയോ പൊരുളിനെ എടുത്തിട്ടിട്ടുണ്ട്, അതിനെ അങ്ങോട്ട് എടുത്ത് കളയണം. വിളയും ശിവാനന്ദ ഭൂമി അന്തവെട്ട വെളി നണ്ണി ദുഷ്ട ഇരുളാം കളയെ കളൈந்த பின் பார்த்தேன் ஐயன் களையென்று வேறொன்னும் കണ്ടില്ലൻ തോഴി ശങ്കര ശങ്കര ശംഭോ. വിളയും ശിവാനന്ദ ഭൂമി, മംഗളമായ ഒരു ശിവാനന്ദം, മംഗള ആനന്ദം വിളയണ ഭൂമിയാണ് ഈ ശരീരം. ഇപ്പൊ ശരീരം എന്ന് തന്നെ നമുക്ക് എടുക്കാം. ഇതൊരു ഭൂമിയാണ്, ഇതൊരു ഫീൽഡാണ്, അത്രേ ഉള്ളൂ. ക്ഷേത്രം, ശരീരം എന്ന് ഭഗവാനെ ഭഗവത്ഗീതയിൽ പറഞ്ഞു. ഈ ശരീരം അർജുന ഇതൊരു ഫീൽഡാണ്, ഒരു വയലാണ് ഈ ശരീരം. അവിടെ എന്താ വിളയണത്? വിളയും ശിവാനന്ദ ഭൂമി അന്ത വെട്ട വെളി നണ്ണി ദുഷ്ട ഇരുളാം. നിറയെ കളകൾ കൊണ്ട് ആ വയൽ മൂടപ്പെട്ടിരിക്കുന്നു, നിറയെ കാടുകൊണ്ട്, ആവശ്യമില്ലാത്ത ദുഷ്ടചിന്തകളൊക്കെ കൊണ്ട് ഈ വയൽ മൂടപ്പെട്ടിരിക്കുന്നു. ആനന്ദം മൂടപ്പെട്ടിരിക്കുന്നു, മറയ്ക്കപ്പെട്ടിരിക്കുന്നു. ഒരു സൂര്യനെ മേഘം മറച്ച് കാർമേഘം വന്നിരിക്കുന്നത് പോലെ മറച്ചിരിക്കുന്നു. പക്ഷെ അജ്ഞാനത്തിനെ കാണണമെങ്കിലും അവിടെ ആ സ്വരാട് വേണം, ആ സ്വയം പ്രകാശിത വസ്തു വേണം. ഇപ്പൊ നമ്മൾ ഈ ഭാഗവതമൊക്കെ പഠിച്ചിട്ട്, സദ്ഗ്രന്ഥം വേദാന്തമൊക്കെ പഠിച്ചിട്ട് നമ്മൾ എന്താ ചെയ്യണത്? കളയെ കളൈന്ത പിൻപാർത്തേൻ. ഈ വേദാന്തമൊക്കെ എന്തിനാ, സദ്ഗ്രന്ഥമൊക്കെ എന്തിനാന്ന് വെച്ചാൽ ഈ കളയെ പറിച്ച് കളയാൻ വേണ്ടിയിട്ടാണ്, ഈ അജ്ഞാനത്തെ അങ്ങോട്ട് പറിച്ചു നീക്കാൻ വേണ്ടിയിട്ടാണ്. കളയെ കളൈന്ത പിൻപാർത്തേൻ അയ്യൻ കളയன்று വേറൊന്നും കണ്ടില്ല തോഴി. പറിച്ചങ്ങോട്ട് മാറ്റിയപ്പോ ഉള്ളില് പ്രകാശവത്തായിട്ടൊരു സ്വരൂപം. ഇനി പറിച്ചു കളയാൻ പറ്റാത്തതായിട്ടുള്ളൊരു പ്രകാശമാനമായിട്ടുള്ള ഒരു വസ്തുവിനെ കണ്ടു. അതാണ് സ്വരാട് എന്ന് പറഞ്ഞത്.